കടലിലെ മത്സ്യസമ്പത്ത് അടിക്കടി കുറഞ്ഞു വരുന്നതിന് കാരണം അശാസ്ത്രീയമായ മത്സ്യബന്ധനമാണെന്ന് കൊയിലാണ്ടി ചോമ്പാല പരമ്പരാഗത മത്സ്യത്തൊഴിലാളി ഏകോപന സമിതി. രാത്രിയിലെ ലൈറ്റ് ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനവും പെയർ ട്രോളിംഗും തടയാൻ രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് ഭാരവാഹികൾ ആവശ്യപ്പെടുന്നത്. അതിന്റെ പ്രധാനമായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രികാലത്തുള്ള അശാസ്ത്രീയമായിട്ടുള്ള മത്സ്യബന്ധനം. അതായത് ഇപ്പം കണ്ടുവരുന്ന രീതി എന്ന് പറഞ്ഞാൽ രാത്രികാലങ്ങളിൽ വളരെ ശക്തിയോടുള്ള, അതായത് ഏകദേശം 10 ലക്ഷം രൂപയോളം വില വരുന്ന ലൈറ്റുകൾ ഉപയോഗിച്ച് കടലിൻ്റെ അടിത്തട്ടിൽ ഇറക്കിക്കൊണ്ട് ഈ മത്സ്യങ്ങളെ ആ ലൈറ്റിലേക്ക് ആകർഷിച്ചിട്ട് അതിൻ്റെ സമ്പത്തിനെ പൂർണ്ണമായിട്ടും, അതായത് ചില മത്സ്യങ്ങൾ അതിൻ്റെ പാലുകളിൽ കല്ലുകളിലൊക്കെ ഒളിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ നമുക്ക് ഭാവിയിൽ പ്രജനനം ലഭിക്കും എന്ന് പറയുന്ന മത്സ്യങ്ങളെ പോലും ഈ ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രത്യേക സ്ഥലങ്ങളിൽ കേന്ദ്രീകരിക്കുക. എന്നിട്ട് ആ മത്സ്യത്തെ എന്ത് ചെയ്യാണ്, പിടിച്ചുകൊണ്ട് വംശത്തെ വരെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള മത്സ്യബന്ധനം പ്രധാനമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മംഗലാപുരം കേന്ദ്രീകരിച്ചിട്ടുള്ള ബോട്ടുകളാണ്. 65 വർഷങ്ങൾക്ക് ശേഷം മത്സ്യസമ്പത്ത് ഇത്രയും കുറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ലെന്നും ഇതിന് പ്രധാന കാരണം അശാസ്ത്രീയമായുള്ള മത്സ്യബന്ധനവും രാത്രികാലങ്ങളിൽ അടിത്തട്ടിൽ ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് മത്സ്യബന്ധനം നടത്തുന്നതും വലിയ ബോട്ടുകാരുടെ ഡബിൾ നെറ്റ് ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനവുമാണെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും അടിയന്തരമായി പരിഹരിക്കുന്നതിന് വേണ്ടി കോഴിക്കോട് ജില്ലാ കളക്ടർക്കും ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ, ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ, കോസ്റ്റൽ പോലീസ്, കോസ്റ്റ് ഗാർഡ് എന്നിവർക്കും പരാതി നൽകിയതായും കൊയിലാണ്ടി ചോമ്പാല പരമ്പരാഗത മത്സ്യത്തൊഴിലാളി ഏകോപന സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മണ്ണെണ്ണ സബ്സിഡി ലഭിക്കാത്തത്, മത്സ്യയാനങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിപ്പിച്ചത്, മത്സ്യത്തൊഴിലാളികൾക്ക് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയിരുന്ന ഭവന പദ്ധതികൾ നിർത്തലാക്കിയത്, മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സമ്പാദ്യ സമാശ്വാസ പദ്ധതിയും തണൽ പദ്ധതിയും ലഭിക്കാത്തത്, മത്സ്യത്തൊഴിലാളികൾക്ക് ലോൺ കിട്ടാത്തത് തുടങ്ങിയവയും പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ KP മണി, വൈശാഖ് KK, സുമേഷ് AP, ഹരിദാസൻ CP, ആലി CV തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മനുഷ്യമൃഗ സംഘർഷത്തിന് ഇടയാക്കുന്ന വനത്തിനുള്ളിലെ അധിനിവേശ